പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഒരു നല്ല പ്രഭാതം കൂടെ ദൈവം നമുക്ക് അനുവദനീയമായി തന്നല്ലോ. ഈ പ്രഭാതത്തിലും ദൈവവചനത്തിൽ നാം വായിക്കുന്നത് പോലെ നാം അവൻ്റെ രൂപം കണ്ട് തൃപ്തരാകും. അങ്ങനെ ഈ പ്രഭാതത്തിലും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ രൂപം കണ്ട് തൃപ്തരാകുവാൻ ദൈവം സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ വേഗത്തിൽ നമ്മുടെ പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് മാനുഷിക ഭരണ യുഗത്തെക്കുറിച്ചാണ്. ഈ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് ന്യായപ്രമാണ യുഗമാണ്. ന്യായപ്രമാണ യുഗം എന്ന് പറയുന്നത് യുഗങ്ങളുടെ പട്ടികയിൽ 5ാമത് വരുന്നതാണ് ന്യായപ്രമാണ യുഗമെന്ന് പറയുന്നത്. ഈ യുഗത്തിൻ്റെ കാലാവധി 1500 വർഷങ്ങളായി. മിസ്രൈമിൽ നിന്നുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ പുറപ്പാട് മുതൽ യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണം വരെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ന്യായപ്രമാണ യുഗത്തിൽ പ്രധാനമായും 3 വിധത്തിലുള്ള പ്രമാണങ്ങളാണ് ദൈവം അവർക്ക് കൊടുക്കുന്നത്. ഒന്ന്, കൽപ്പനകൾ, കമാൻമെൻറ്റ്സ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഈ കൽപ്പനകളെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ആദ്യത്തെ 4 കൽപ്പനകൾ ദൈവത്തോടുള്ളവയും ബാക്കിയുള്ള 6 കൽപ്പനകൾ മനുഷ്യനോടുള്ള ബന്ധത്തിലുമാണ് അവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ 6 കൽപ്പനകൾ ഏതൊക്കെയാണ്? ഈ 6 കൽപ്പനകൾ അത് മനുഷ്യനോടുള്ള ബന്ധത്തിലും ആദ്യത്തെ 4 കൽപ്പനകൾ ദൈവത്തോടുള്ളവയും ആണ് എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ആദ്യത്തെ 4 കൽപ്പനകൾ ഏതൊക്കെയാണ്? അത് 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലാണെങ്കിലും 3-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കാം. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവം ആകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. തൻ്റെ നാമം വൃഥാ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല. ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. ഇങ്ങനെയുള്ള കൽപ്പനകൾ, ഈ 4 കൽപ്പനകൾ പ്രധാനമായും നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ കാണുവാൻ കഴിയും. അടുത്തത് അതിൻ്റെ 6-ാമത്തെ വാക്യം, എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. 7-ാമത്തെ വാക്യം, നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. തൻ്റെ നാമം വൃഥാ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല. 8-ാമത്തെ വാക്യം, ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. 6 ദിവസം അധ്വാനിച്ച് നിൻ്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിൻ്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അന്ന് നീയും നിൻ്റെ പുത്രനും പുത്രിയും നിൻ്റെ വേലക്കാരനും വേലക്കാരത്തിയും നിൻ്റെ കന്നുകാലികളും നിൻ്റെ പടിവാതിക്കലകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്, കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത്, കൂട്ടുകാരൻ്റെ ഭാര്യയും അവൻ്റെ ദാസനെയും ദാസിയെയും അവൻ്റെ കാളയെയും കഴുതയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. ഇങ്ങനെ
ഈ 17 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം കൊടുത്ത പ്രധാനപ്പെട്ട 10 കൽപ്പനകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ കൽപ്പനകളെ ആണ് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗം, ഈ പ്രമാണങ്ങളെ ഞാൻ പറഞ്ഞു 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ ഭാഗം വിധികളാണ്, ജഡ്ജ്മെൻറ്റ്. അത് പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 23-ാമത്തെ അധ്യായം മുതൽ 3-ാമത്തെ വാക്യം വരെയാണ് ഈ വിധികൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്തിനാണ്? അത് സാമൂഹിക ജീവിതത്തിൽ മനുഷ്യൻ പാലിക്കേണ്ട നിയമങ്ങളാണ് അവയ്ക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3-ാമത്തെ ഭാഗം, ഈ ന്യായപ്രമാണത്തിൽ 3-ാമത്തെ ഭാഗം ചട്ടങ്ങളാണ്, ഓർഡിനൻസ്, ആരാധനയ്ക്കുള്ള നിയമങ്ങൾ ഇതിൻ്റെ അകത്താണ് കൊടുത്തിരിക്കുന്നത്. സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങൾ, പണികൾ എന്നിവയെക്കുറിച്ചുള്ള നിയമങ്ങളൊക്കെ ഇവയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിശ്രേഷ്ഠമായ ന്യായപ്രമാണം ലഭിച്ച ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ പരിതാപകരമായ പരാജയത്തിൻ്റെയും മത്സരത്തിൻ്റെയും ദൈവിക ശിക്ഷാവിധിയുടെയും സംഭവ പരമ്പരകൾ മാത്രമായിരുന്നു. ഇനി ഈ ന്യായപ്രമാണത്തെ നമുക്ക് ഒന്ന് വിഭജിച്ച് പഠിക്കാം. ന്യായപ്രമാണത്തിൻ്റെ വിഭജനം എന്ന് പറയുന്നത് മരുഭൂമിയിലെ ജീവിതകാലമാണ്, ഒന്നാമത്. രണ്ടാമത് കനാൻ നാട് കൈവശപ്പെടുത്തി പാർത്തിരുന്ന കാലഘട്ടമാണ്. മൂന്നാമത് പ്രവാസികളായി പാർത്തിരുന്ന കാലഘട്ടമാണ്. നാലാമത് പ്രവാസത്തിൽ നിന്ന് കനാനിലേക്ക് മടങ്ങി വരികയും അവരാരാധന പുനഃസ്ഥാപിപ്പിക്കുകയും ചെയ്ത കാലഘട്ടമാണ്. എന്നാൽ ഇസ്രായേലിൽ അവർ പരാജയപ്പെടുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ആ കാരണങ്ങൾ 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. അതിലൊന്ന്, അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി നമസ്കരിച്ചു. ഈ ന്യായപ്രമാണ യുഗത്തിലാണ് ഇവർക്ക് പരാജയം സംഭവിക്കുന്നത്. കാരണം ന്യായപ്രമാണം അവരുടെ കയ്യിലിരിക്കുമ്പോൾ തന്നെ ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് എന്നുള്ള വ്യവസ്ഥ അവരുടെ മുൻപിൽ ഇരിക്കുമ്പോൾ തന്നെ അവരെന്താ ചെയ്തത്? അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി നമസ്കരിച്ചു. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. രണ്ടാമത്, അവർ പിറുപിറുക്കുന്ന ഒരു ജനതയായി മാറി. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളും പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 3-ാമത്തെ വാക്യവും. മൂന്നാമത്തെ പ്രശ്നം, കനാനിൽ പോകുവാൻ വന്ന ജനം കനാനിൽ പ്രവേശിക്കുവാൻ വിസമ്മതിക്കുകയാണ്. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ഇനി ഈ ഭാഗം നാം വായിച്ച് വളരെ ആഴമായി പഠിക്കുമ്പോൾ ഇവരുടെ പരാജയത്തിൻ്റെ കാരണങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. എന്നാൽ ഈ ന്യായപ്രമാണ യുഗത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ന്യായപ്രമാണ യുഗത്തിൽ ദൈവം നടത്തിയ ചില പ്രത്യേകതകൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണുവാൻ കഴിയും. ഈ ന്യായപ്രമാണ യുഗത്തിൽ ദൈവം ചെയ്ത പ്രത്യേകത എന്തൊക്കെയാണ്? ഈ ന്യായപ്രമാണ യുഗത്തിൽ ദൈവം ചെയ്തത്, ഈ ഒരു ജനതയെ ന്യായാധിപന്മാരുടെ കയ്യിലേക്ക് എടുത്തു കൊടുക്കുകയാണ്. ന്യായാധിപന്മാരുടെ ഒരു കാലഘട്ടമായി പിന്നീട് മാറ്റപ്പെട്ടു. അങ്ങനെ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലേക്ക് ചേർക്കുകയും അങ്ങനെ വ്യത്യസ്തമായ ന്യായാധിപന്മാർ ഈ യുഗത്തിൽ ഇവരെ ഭരിപ്പാൻ അല്ലെങ്കിൽ ഇസ്രായേലിനെ നയിപ്പാൻ എഴുന്നേറ്റ് വരികയും ചെയ്തു. ഇത് രണ്ടും സംഭവിക്കുന്നത് മോശയുടെയും യോശുവയുടെയും കാലശേഷമാണ്. യോശുവയും മോശയും ഇസ്രായേൽ ജനതയെ നയിച്ചു. എന്നാൽ അവരുടെ കാലശേഷം വീണ്ടും ഈ യഹൂദ ജനത പാപം ചെയ്യുകയും അവർ ദൈവത്തിൽ നിന്ന് അകലുകയും മുൻപ് പറഞ്ഞ അവർ കാളക്കുട്ടിയെ വാർത്ത ഉണ്ടാക്കി അവർ ദൈവത്തോട് പിറുപിറുത്ത് അവർ മത്സരികളായി തീർന്നതിൻ്റെ ഫലമായി ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുക മാത്രമല്ല,
അന്യരാജാക്കന്മാരെ എഴുന്നേൽപ്പിച്ചിട്ട് ഇവരെ അവരുടെ അടിമകളാക്കി വീണ്ടും മാറ്റുവാൻ തുടങ്ങി. അങ്ങനെ ഇസ്രായേലിൻ്റെ ഒരു ചരിത്രം നമ്മൾ പഠിച്ചാൽ തന്നെ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ വെന്തുരുകി ഇങ്ങനെ ഇറങ്ങി വന്ന ഒരു ജനതയാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ജാതി. നമുക്കറിയാം, ഈജിപ്തിൻ്റെ, അതായത് മിസ്രൈമിൻ്റെ അടിമത്തം മുതൽ പിന്നീട് അവരനുഭവിച്ചിട്ടുള്ള തിക്താനുഭവങ്ങൾ ഏറെയാണ്. അങ്ങനെ ഈ യുഗത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ കാര്യപരിപാടികൾ ഈ ന്യായപ്രമാണ യുഗത്തിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആകയാൽ ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ 6ാമത്തെ യുഗമായ കൃപായുഗത്തെക്കുറിച്ച് നാം കേൾക്കും. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനം അടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുപോലെ അനുഗ്രഹിച്ചാട്ടെ. ദൈവകൃപ കൊണ്ട് എല്ലാവരെയും പുതിയണം. സകലമാനം മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.